ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല. ചെല്ല്. നീ ഒരിക്കലും മറക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അവന്തികെ. ആദ്യമൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും പതിയെ പതിയെ എൻ്റെ ഇസബലയുടെ സ്ഥാനത്ത് അവളെ ഞാൻ കണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. എൻ്റെ തെറ്റായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനി ഓർമ്മ വരുമ്പോൾ അവളോട് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വരും. അതെനിക്ക് ഉറപ്പാ. ആ നിമിഷത്തെ നേരിടാനുള്ളൊരു ശക്തി എനിക്കിപ്പോഴും ഇല്ല. മനഃപൂർവ്വം സച്ചി ദ്രോഹിക്കാൻ വേണ്ടി സാറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. സച്ചിയുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ നെഞ്ചു പൊള്ളുക. അയാളുടെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് മാത്രമാ അയാളെ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞതേ. എനിക്ക് മനസ്സിലായി സാർ. സമൃദ്ധയ്ക്ക് അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന നിമിഷം 10 വർഷമായി ഞാൻ കെട്ടിയാടുന്ന ഈ ഭർത്താവിൻ്റെ വെഡ്ഡിവേഷം അന്നത്തോടെ ഞാൻ അഴിച്ചു വയ്ക്കും. അവൾക്ക് വേണ്ടത് സത്യസന്ധമായ അവളുടെ ജീവിതമാണ്. സമൃദ്ധ മാഡത്തിനെ സാർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹം എന്ന പിടിച്ചു വയ്ക്കലല്ലോ ഭാരതി. നമ്മൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നേടുന്നതിനേക്കാൾ ചിലപ്പോൾ നഷ്ടപ്പെടുന്നതിലായിരിക്കും സ്നേഹത്തിന്റെ പൂർണ്ണത. ശരിയാ സാർ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളെ മറ്റൊരു ജീവിതത്തിലേക്ക് യാത്ര അയക്കേണ്ടി വരുന്നത് എത്ര വലിയ വേദനയാണെന്ന് എനിക്കറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടാറില്ല. ചിലപ്പോ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ ബലികഴിക്കേണ്ടി വരും. ഭാരതി, സച്ചിയുടെ മനസ്സിപ്പോ ഒരു ചില്ലുപാത്രം പോലെ തകർന്നുടയാൻ നിമിഷങ്ങൾ മാത്രം മതി. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് താനല്ലേ. അയാൾക്കിപ്പോ തന്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. ആ പിന്തുണ നൽകി താൻ വേണം അയാളുടെ കൂടെ നിൽക്കാൻ. എന്തായാലും കമ്മീഷൻ റിപ്പോർട്ട് ന്യായത്തിന്റെ ഭാഗത്തായിരിക്കും. ബാക്കിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ. ശരി സാർ. മോളോ, നല്ല ആളാ. എത്ര ദിവസമായി കണ്ടിട്ട്? അതുകൊണ്ടല്ലേ വന്നത്. അല്ല, സമൃദ്ധ എവിടെ? അകത്തുണ്ട്. മോള് വാ. സമൃദ്ധേ, മോളെ സമൃദ്ധേ. ആമേ. സമൃദ്ധ, എന്തുണ്ട് വിശേഷം? കുറച്ചു ദിവസങ്ങളായി വരവും വിളിയൊന്നും ഇല്ലല്ലോ. ഇവിടെ മോളുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങ് തിരക്കിലായിപ്പോയി. മോള് വന്ന കാലം നിൽക്കാതെ ഇരിക്കെ. ഞാൻ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്ക. ഗോകുലില്ലേ? കുറച്ചു മുമ്പേ പുറത്തേക്ക് ഇറങ്ങിയതാ. ഉടനെ എത്തുന്നാ പറഞ്ഞ്. എനിക്കവിടെ ഇരുന്നിട്ട് പുറയ്ക്കാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞ കാര്യം സമൃദ്ധ ഗോകുലിനോട് സൂചിപ്പിച്ചിരുന്നോ? ആ, ഞാൻ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഗോകുൽ എന്ത് പറഞ്ഞു? എന്നെ സഹായിക്കില്ലേ? അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ഇടപെടുന്നതല്ല. എങ്കിലും അവന്തികയുടെ കാര്യമായതുകൊണ്ടാ ഞാൻ സംസാരിച്ചത്. പിന്നെ അവന്തിക എൻ്റെ മാത്രം ഫ്രണ്ട് അല്ലല്ലോ, ഗോകുലിൻ്റെയും അടുത്ത സുഹൃത്തല്ലേ. ഗോകുല് സഹായിക്കാതിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ കേസ് തോറ്റാൽ എൻ്റെ കാര്യം അധോഗതിയാവും. അറിയാം.
ഈ കേസ് തോറ്റ അവന്തിക പഴയ അവസ്ഥയിലേക്ക് പോവല്ലോ. ഉം? പഴയ അവസ്ഥയോ? അതിന് സമൃദ്ധയ്ക്ക് അല്ല, സ്വത്തൊക്കെ വിട്ടുപോയ ആരായാലും പഴയ കഷ്ടപ്പാടിന്റെ അവസ്ഥയിലേക്ക് തന്നെയല്ലേ വീണു പോകുന്നത്. ഓ അങ്ങനെ. അത് സമൃദ്ധ പറഞ്ഞത് ശരിയാ. കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കിയ സമ്പത്തിലാ അവൻ കണ്ണു വച്ചിരിക്കുന്നത്. എനിക്കതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതെ അതെ, ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ അവന്തിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ല, കഷ്ടപ്പെടാതെ ആർക്കും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. ആ അതെ അതെ. ആ, ഗൂഗിള് വന്നല്ലോ. ഞാൻ വിളിക്കാം. അവന്തിക എപ്പോ എത്തി? വന്നതേ ഉള്ളൂ. എന്താ പ്രത്യേകിച്ച്? അല്ല, സമൃദ്ധയെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. പിന്നെ എനിക്ക് കേസിന്റെ 1-2 കാര്യങ്ങൾ ഗൂഗിളിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാനും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആണോ? അപ്പോ ഞാൻ വന്നത് നന്നായല്ലേ? എങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇരുന്നല്ലോ. പിന്നെന്താ? താങ്ക് യു സമൃദ്ധ. ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല. ചെല്ല്. നീ ഒരിക്കലും മറക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അവന്തിക. അവന്തിക എവിടെ? ഗൂഗിള് വന്നു അമ്മേ. അവര് കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസ് റൂമിലേക്ക് പോയി. മോളി ജ്യൂസ് കൊണ്ട് കൊടുക്ക്. വേണ്ട, അവന്തിക ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. അവന്തിക ഇരിക്ക്. എന്താ ഗൂഗിൾ പതിവില്ലാത്തൊരു ഗൗരവം? ഒന്നുമില്ല. ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നതിന്റെ ഒരു തയ്യാറെടുപ്പാണ് എന്ന് കരുതിയാൽ മതി. ഒറ്റയ്ക്കെന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ കാര്യങ്ങൾ ഏകദേശം എനിക്ക് പിടികിട്ടി കഴിഞ്ഞു. ചില ബുദ്ധികൾ നമ്മുടെ തലയിൽ വൈകിയേ ഉദിക്കൂ. പ്രത്യേകിച്ച് ഗൂഗിളിനെ പോലെ സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റിന്. ചമ്മലൊന്നും വേണ്ട. മനസ്സിലുള്ള ഡീല് അത് എത്ര വലിയ എമൗണ്ടിൻ്റെതാണെങ്കിലും ഗോകുൽ എന്നോട് തുറന്നു പറയാം. അത് ഞാൻ തന്നിരിക്കും. ഗോകുല് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എനിക്ക് അനുകൂലമായ മാത്രം മതി. അതിന് ഈ അഡ്വക്കേറ്റ് ഗോകുൽ രാജ് ഒരിക്കൽ കൂടി ജനിക്കണം.